കല്യാണമൊക്കെയുള്ള സമീറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ നമ്മളെന്താക്കുകയാണ്, സമീറിന് കുറച്ച് അച്ചാറുമായിട്ട് ഇങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയാലാണ് ഊട്ടുവളപ്പിലേക്ക് എത്തിയപ്പോൾ എന്താണ് ഊട്ടുവളപ്പിൽ നിന്ന് എല്ലാവരും കൂടി കുലുമാർ സമീറിന് ബിരിയാണി എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ കുറച്ച് ചോറുമായിട്ട് ശേഷം അങ്ങോട്ടേക്ക് പോയി. ഇവരൊക്കെ പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന കാണുന്നുണ്ട്. സമീർ പറഞ്ഞു ഇതൊന്നും നോക്കണ്ട, നീ എനിക്ക് ഇട്ട് തന്നിട്ട് ബാക്കിയുള്ള കാര്യമുള്ളൂ. അങ്ങനെ ഉണ്ട് ഒരാൾ ചോറും കൊണ്ടുപോകുന്ന സമയത്ത് ഞാനും മൂപ്പരെ ബേക്ക് നിങ്ങൾ പിടിച്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമീറിന് കുറച്ച് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ അവൻ അടുത്ത കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കില്ല. അങ്ങനെ ഉണ്ട് ഞാനും എടുത്തി ലക്ഷ്മി എടുത്തി എന്ന് പറയേണ്ട എല്ലാ ഏച്ചിമാരും ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നത്. പിന്നെ നമ്മളെ തെന്നും ഒരിക്കലും ചോറ് എടുക്കാത്ത തെന്നും ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നത്. നോക്കുന്നേരം എന്താ ഓൻ്റെ പ്രായം കണക്കിലെടുത്ത് വെച്ചിട്ട് ഓന് കുട്ടികൾക്ക് ഇങ്ങനെ പതുക്കെ ചോറ് വേണോ എന്ന് ഇങ്ങനെ ആക്കുക. അങ്ങനെ ഓൻ്റെ കൂടെ സൈഡിലുള്ള ഒരാൾ പറഞ്ഞ് കുറച്ച് ചോറ് കൂടാ, ഇത്തിരി ചോറ് കൂടാ. ഇതാ ഒരാൾ ഷൂഷു എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആര് നോക്കിയില്ലെങ്കിൽ നമ്മളെ മാസി നോക്കൂട്ടോ. മാസിയിലെ നോട്ടം പിന്നെ ഒന്നും പറയാത്ത നല്ലത്. എല്ലാവരുടെ പ്ലേറ്റിലേക്ക് ഒരു നോട്ടം. എന്നിട്ട് ചോറ് തീർന്നു കഴിഞ്ഞാൽ ഓൻ ഇരുത്തി ചോറ് കൊടുക്കും. ഓൻ്റെ വീട്ടിലുള്ള കല്യാണം പോലെയാണ് എന്താക്കിയേ ഓൻ കൈകാര്യം ചെയ്തത്.